നമുക്ക് നല്ല രുചികരമായിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അയലമീൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുകിട്ട് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും കൂടരുത്. ഇത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, എരിവ് കുറച്ച് ആവശ്യമുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ. അതിലോട്ട് നമുക്ക് സോക്കാക്കി വെച്ചിട്ടുള്ള കുടംപുളിയും കൂടി ഈ സമയത്ത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തലയും കൂടി ഇട്ടാട്ടോ ഞാനിവിടെ കറി വെക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ആ അടപ്പൊന്ന് തുറന്നിട്ട് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറായി. ഇത് ചൂടാറി കഴിഞ്ഞാൽ കേട്ടോ സെർവ് ചെയ്യുമ്പോൾ നല്ല രുചികരം. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നിനും മറക്കല്ലേ.